ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മൺസിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ പ്രൊമോ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ നാളത്തെ ഇതിൽ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത്, നമ്മുടെ സുഭാഷ് സ്വയം തനിക്ക് ഒരു കല്യാണാലോചന കൊണ്ടുവരാൻ പറഞ്ഞ് ദാസപ്പൻ ചേട്ടൻ ഒരു കല്യാണാലോചന കൊണ്ടുവന്നു. അപ്പം ജയന്തിയുടെ വീട്ടുകാരൊക്കെ വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ആകെ ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി. കാരണം എന്താന്ന് വെച്ചാല്, ഒന്നാമത് ജയന്തി രണ്ടാം വിവാഹക്കാരിയാണ്. അത് കൂടാണ്ട് സുഭാഷിനെ കാട്ടിലും 3-4 വയസ്സ് മുതിർന്നതും. അപ്പം അത് കേട്ടതോടുകൂടി നമ്മുടെ നിധിയുടെയും സുധീഷിന്റെയും ഹരീഷിന്റെയും നികേഷിന്റെയും ഭാസ്കറിന്റെ പോലും മനസ്സിനൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിപ്പോയി. കാരണം സുഭാഷ് ഒരു ആദ്യ വിവാഹമാണ് സുഭാഷിന്റെ. ഒരു രണ്ടാം കെട്ടുകാരി അങ്ങനെ കല്യാണം കഴിക്കേണ്ട കാര്യമുണ്ടോ? അത് വയസ്സിന് മൂത്തത്. അവർക്ക് എല്ലാവർക്കും വല്ലാത്തൊരു വിഷമമാവാണ്. അപ്പം സുഭാഷിന് എന്തോ വലിയ കോൺഫിഡന്റ് ആണ്. സുഭാഷിന് അത് കുഴപ്പമില്ല, എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാം അതായി നടക്കട്ടെ. അപ്പൊ ഭാസ്കര ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പെണ്ണിന്റെ അച്ഛനോടും മറ്റുമൊക്കെ. അപ്പൊ അതായത് ആദ്യ കല്യാണം പെണ്ണിന്റെ അച്ഛൻ പറയുന്നുണ്ട്, ആദ്യ കല്യാണം ഒരു 5-6 വർഷത്തോളം അവര് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു, സ്നേഹിച്ചു കെട്ടിയവരാണ്. 5-6 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പറ്റാണ്ടായി. പിന്നെ ഞങ്ങളുടെ മോള് സഹിക്കുന്നതിനൊരു കണക്കില്ലേ, ഞങ്ങളിങ്ങനെ വിളിച്ചോണ്ട് വന്നു. ഇപ്പൊ ഒരു 2-3 വർഷമായിട്ട് ഞങ്ങളെ കൂടെയാണ്. അപ്പൊ ഹരീഷ് സുധീഷിനോട് ചോദിച്ചു, അല്ല സുധീഷ് ചേട്ടാ, ഇതൊരു കാൽക്കുലേഷൻ അങ്ങോട്ട് ഒക്കുന്നില്ലല്ലോ, മൊത്തം അപ്പൊ എത്ര വർഷമായി, അപ്പൊ ഇവർക്ക് എന്തൊരു പ്രായമുണ്ട് എന്നൊക്കെ ഇങ്ങനെ അടക്കത്തിൽ എവര് ഇന്ന് സംസാരിക്കുന്നത്. നിധി ഇടയ്ക്കിടയ്ക്ക് സുധീഷിന്റെ മുഖത്ത് നോക്കുന്നുണ്ട്. നിധിക്ക് എന്തോ പോലെ ആ ഉള്ള കോൺഫിഡന്റ് ഒക്കെ അങ്ങ് പോയി. അപ്പൊ നമ്മുടെ ഭാസ്കരൻ ചോദിച്ചു, അല്ല മോക്കിപ്പോ ഏകദേശം എത്ര വയസ്സുണ്ട്? എനിക്ക് 35 കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ സുഭാഷിനെ കാട്ടിലും മുതിർന്നയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ കൂടെ ഒരു ചെറിയമ്മ വന്നിട്ടുണ്ടല്ലോ. ഓ, ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും നോക്കോ? ഒരു 3-4 വയസ്സ് കൂടിയെന്നും പറഞ്ഞു ഇപ്പൊ എന്താ, കുട്ടികൾ അവരെ ഇഷ്ടത്തിനനുസരിച്ച് മനസ്സ് പൊരുത്തപ്പെട്ട് അങ്ങ് ജീവിച്ചാ പോരെ, അതല്ലേ നല്ലത് എന്നൊക്കെ ഇങ്ങനെ ഓരോ തട്ടുമുന്യായങ്ങളൊക്കെ അവര് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഭാസ്കറിന് എന്തോ മൊത്തത്തിലൊരു പന്തികേട് പോലെ തോന്നുന്നുണ്ട് ആർക്കും. അപ്പൊ നികേഷും പറയുന്നുണ്ട്, അല്ല സുധീഷേട്ടന് ഇത് ഈ ബന്ധം ചേരൂ എന്നുള്ള രീതിയിൽ നികേഷിനും വല്ലാത്തൊരു വിഷമാട്ടോ. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര തിടുക്കാണ്. ആർക്ക്? ജയന്തിയുടെ വീട്ടുകാർക്ക്. ഇനിയിപ്പോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് പറയാനോ ഒന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന വെള്ളിയാഴ്ച നല്ലൊരു ശുഭമുഹൂർത്തമുണ്ട്, നമുക്ക് ആ വിവാഹ നിശ്ചയം അങ്ങ് നടത്തി വെച്ചാലോ എന്നിങ്ങനെ ജയന്തിയുടെ അച്ഛൻ പറയണം. അപ്പൊ ഭാസ്കർ ചോദിച്ചു, വിവാഹ നിശ്ചയോ? അപ്പൊ നമ്മുടെ ബ്രോക്കറേട്ടൻ പറഞ്ഞു, അല്ല ഭാസ്കരേട്ട, ഇനിയിപ്പോ പെണ്ണും ചെറുക്കനും എന്തായാലും കണ്ടിഷ്ടപ്പെട്ടു, ഇപ്പൊ ഇതേ വീട്ടുകാരെയും കണ്ടു. അപ്പോ നമ്മുടെ ഭാസ്കരൻ പറഞ്ഞു, അല്ല നമ്മള് പെണ്ണിന്റെ വീടൊന്നും കാണാൻ പോവുകയോ അങ്ങനത്തെ ചടങ്ങൊന്നും ചെയ്യാണ്ട് എല്ലാം ഉറപ്പിക്കണ എങ്ങനെയെന്നുള്ള രീതിയിൽ ഭാസ്കറിനൊരു മുഷി പോലെ തോന്നി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സുഭാഷ് പറഞ്ഞു, അല്ല അതിന്റെ ആവശ്യമൊന്നുമില്ല, എന്തായാലും എല്ലാം ഓക്കെ അല്ലേ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഭാസ്കരൻ പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ തന്നെ എല്ലാരും അങ്ങ് നടത്ത്, എന്റെ അടുത്ത് അഭിപ്രായം പ്രത്യേകിച്ചൊന്നും ചോദിക്കണ്ട. കാരണം ഭാസ്കറിന് എന്തോ ഒരു പന്തികേട് പോലെ തോന്നിയാണ്. ഭാസ്കറിന് അത്ര ഇഷ്ടമായിട്ടില്ല. തന്റെ മകന് 10-30 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് കരുതി അവൻ അങ്ങനെ ഒരു രണ്ടാം കെട്ടുകാരിയെ കൊണ്ട് കെട്ടിക്കണം എന്നുള്ള ഒരു ഇതൊന്നും ഇല്ല. അപ്പൊ ഭാസ്കരൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ തന്നെ എല്ലാം തീരുമാനിച്ചങ്ങ് നടത്തിക്കോ എന്ന രീതിയിൽ അങ്ങ് പറയാൻ കേട്ടോ. എന്നിട്ട് പറഞ്ഞിട്ട് നേരെ അങ്ങ് എഴുന്നേറ്റ് പോവേണ് ഭാസ്കരൻ പുറത്തോട്ട്. അത് കേട്ടപ്പോ പെണ്ണിന്റെ ജയന്തിയുടെ അച്ഛനും അമ്മയും മുഖത്തോട് മുഖം നോക്കണം. അല്ല അച്ഛൻ എന്തോ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ സുഭാഷ് പറഞ്ഞു, ഏയ് അച്ഛന്റെ പ്രകൃതം അങ്ങനെ. അപ്പൊ നമ്മുടെ ദാസപ്പൻ ചേട്ടനും പറഞ്ഞു, പുള്ളി അങ്ങനെ, പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെ, നിങ്ങൾ അതൊന്നും മൈൻഡ് ആക്കണ്ട. അപ്പൊ സുധീഷിനോടും നിധിയോടൊക്കെ ചോദിച്ചു, അപ്പൊ നമുക്ക് എന്നാ തീരുമാനിച്ചാലോ? അപ്പൊ നിധിക്ക് പെട്ടെന്ന് എന്ത് പറയണോന്ന് അറിഞ്ഞില്ല. അവർക്ക് ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി. കാരണം പെണ്ണിനെ കുറിച്ച് തിരക്കിയോ പെണ്ണിന്റെ വീടൊന്നും പോയി കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അവരെല്ലാരും പരസ്പരം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. അപ്പൊ സുഭാഷ് അവരെയൊക്കെ ഒന്ന് ചുറ്റിന് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ, അല്ല നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, എന്നാ പിന്നെ നമുക്ക് വെള്ളിയാഴ്ചത്തേക്ക് തന്നെ നിശ്ചയം നടത്താം എന്ന് സുഭാഷ് അങ്ങ് ഇതായിട്ട് പറയണം. അപ്പൊ നിധി അങ്ങ് വല്ലാണ്ടാവാണ്. എന്താ ഒന്നും തിരക്കാണ്ടൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പറയണ എന്നുള്ള രീതിയിൽ സുധീഷിനും എന്ത് പറയണോന്ന് അറിഞ്ഞൂടാ. ആകെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി കേട്ടോ. അത് കഴിഞ്ഞ് അവര് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയാണ്. അപ്പൊ എന്നാ വെള്ളിയാഴ്ച നമുക്ക് നിശ്ചയം നടത്താം, അതിന്റെ നല്ലൊരു മുഹൂർത്തം നോക്കി വിളിച്ച് പറയാ, നമ്മളെ ദാസപ്പേട്ടന്റെ അടുത്ത് പറയാന്നും പറഞ്ഞിട്ടുണ്ട്. അവര് പോവാണ്. അങ്ങനെ സുഭാഷ് അവർക്കൊപ്പം ശരി യാത്രയൊക്കെ അയക്കാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങി അവർ കാറിൽ കയറി പോവാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് കയറി വന്നപ്പോ നിധിയും സുധീഷും നമ്മുടെ ഹരീഷും നികേഷും സുധീഷിനെ നോക്കി അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, വല്ലാത്ത വിഷമത്തോടു കൂടി. അപ്പോഴാണ് നമ്മുടെ സുഭാഷ് അകത്ത് കയറി വന്നിട്ട് അകത്തോട്ട് എവരെയൊന്നും മൈൻഡ് ചെയ്യാണ്ട് മുഖം കൊടുക്കാണ്ട് പതുക്കെ അടുക്കളയിലോട്ട് പോവാണ്. അതെ, സുധീഷ് പറഞ്ഞു, സുഭാഷ് ഏട്ടൻ അവിടെ നിന്ന് നിന്നേ, എന്താടാ, ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരാം.
വെള്ളമൊക്കെ പിന്നെ കുടിച്ചാൽ മതി. അല്ല എന്താ ഉദ്ദേശം? ഈ രണ്ടാം കെട്ട് കാര്യം ഇത് ആരാ കണ്ടുപിടിച്ചോണ്ട് വന്നേ? എടാ ഞാൻ കുറെ നാളായിട്ട് നമ്മുടെ ദാസപ്പൻ ചേട്ടന്റെ അടുത്ത് ഒരു കല്യാണ ആലോചന നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് സംസാരിച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല ഇത് എപ്പോഴാ ഈ ഒറ്റയ്ക്കൊക്കെ പോയി പെണ്ണിനെ കുറിച്ച് തിരക്കിയോ? എല്ലാം പോയി കണ്ടു ഉറപ്പിച്ചു എല്ലാം പെട്ടെന്ന് ഇത്ര തിടുക്കെന്താ സുഭാഷ് ചേട്ടന്? തിടുക്കമാണോടാ? എന്നായാലും കെട്ടണ്ടേ? ആഹാ. അപ്പൊ സുഭാഷ് പറഞ്ഞു ഇത്രയും നാള് ഞാൻ പെണ്ണ് കെട്ടാത്തെന്താണ് കുഴപ്പം? ഇപ്പൊ ഞാൻ പെണ്ണ് കെട്ടാനായിട്ട് എല്ലാം തയ്യാറായി വന്നപ്പോ ഇപ്പൊ അത് വേണ്ടെന്നോ? എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ പറയണം. അപ്പം നിധി പറഞ്ഞു അതല്ല സുഭാഷ് ചേട്ടാ, അതല്ല. ഒന്നാമത്തെ കാര്യത്തില് അവരൊരു രണ്ടാം വിവാഹമാണ്, അതൊരു വിഷയമല്ല. പക്ഷെ സുഭാഷ് ചേട്ടനെക്കാട്ടിലും ഏജ് കൂടുതലല്ലേ, അത് ഒന്ന് നോക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് മാത്രമല്ല, നിശ്ചയിക്കുന്നതിന് മുന്നേ നമ്മളെ പെൺവീട്ടുകാരൊക്കെ ഒന്ന് പോയി നോക്കി ആ പെണ്ണിനെ കുറിച്ചൊക്കെ ഒന്ന് തിരക്കണ്ടേ. അത് മാത്രമല്ല അവർക്ക് ഹരീഷ് പറഞ്ഞു അവർക്ക് ഒരു തിടുക്ക കൂടുതലാ, അവർക്ക് പെട്ടെന്ന് കല്യാണം നടത്തണം നടത്തണം എന്നുള്ള ഒരു ടെൻഡൻസി അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ നികേഷ് പറഞ്ഞു ഈ സുഭാഷ് ഏട്ടൻ അങ്ങനെ ധൃതിപ്പെട്ട് ഇപ്പൊ എവിടെയെങ്കിലും പോയി ഒരു പെണ്ണ് കെട്ടാനായിട്ട് ആരെങ്കിലും പറഞ്ഞോ? നമുക്ക് ആലോചിച്ചിട്ട് നോക്കിയാൽ പോരെ. കാരണം ഇതിനു മുന്നേയൊക്കെ നമ്മൾ കല്യാണാലോചന വരുമ്പോ നമ്മൾ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടാലും എല്ലാം തിരക്കി നമ്മൾ ചിലപ്പോ വേണ്ടാന്ന് വെക്കാറുണ്ടല്ലോ, അതൊന്നും ഒരു വലിയ സംഭവമല്ല എന്ന് നിധിയും പറയണം കേട്ടോ. സുഭാഷ് പറഞ്ഞു ഇപ്പൊ ഇതിപ്പോ എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല, ഏജ് ഒന്നും ഒരു വലിയ പ്രശ്നമല്ലല്ലോ മോളെ, നമുക്ക് നല്ല ബന്ധമായിരുന്നു, മനപ്പൊരുത്തത്തോടെ പോയാ പോരെ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നിധി പറഞ്ഞു അല്ല സുഭാഷ് ഏട്ടന് കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്നാലും സുധീഷ് പറഞ്ഞു നിശ്ചയമൊക്കെ നടത്താൻ വരട്ടെ, ഒന്നും കൂടെയൊക്കെ എല്ലാം തിരക്കിയിട്ട് മതി, ഇത്ര പിടിയെന്ന് ഇപ്പൊ നടത്തേണ്ട കാര്യം എന്നാ? ഹരീഷ് പറഞ്ഞു അത് ശരിയാ സുധീഷ് ഏട്ടൻ പറഞ്ഞത്, ഒന്ന് തിരക്കണ്ടേ. എടാ ഞാൻ എല്ലാം വിശദമായിട്ടൊക്കെ അറിഞ്ഞു വെക്കണ തന്നെയാ സുഭാഷ് പറയുന്നത്. സുഭാഷിന്റെ ഈ കോൺഫിഡന്റ് ആയിട്ടപ്പോ അവര് പരസ്പരം മുഖത്തോട്ട് ഇങ്ങനെ നോക്കണേ. ഇനിയിപ്പോ സുഭാഷ് ഏട്ടൻ എല്ലാം തിരക്കി എല്ലാം റെഡിയാണ്, സുഭാഷ് ഏട്ടന്റെ ജീവിതമാണ്, സുഭാഷ് ഏട്ടൻ ഓക്കെ ആയാൽ മതി, നമ്മുടെ അല്ലല്ലോ പ്രശ്നം. സുഭാഷ് ഏട്ടൻ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല. അങ്ങനെ സുഭാഷ് അകത്തോട്ട് പോവാനുണ്ട്. അപ്പം എല്ലാരും ഇങ്ങനെ തൂങ്ങിയും പിടിച്ചൊക്കെ നിൽക്കണം, ഒരു സന്തോഷം ഇല്ലാത്ത. അപ്പൊ നിധി എല്ലാവർക്കും പരസ്പരം അങ്ങോട്ട് ചോദിക്കണമെന്നുണ്ട് ഈ ബന്ധം നല്ലതല്ല, നടത്തണോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ അങ്ങനെ ആരും അത് അങ്ങനെ ഇടിച്ചിട്ട് അങ്ങോട്ട് പറയുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ പറയാനൊരു മടി. കാരണം സുഭാഷ് അത്രയും കോൺഫിഡന്റോടെ ആ പ്രൊപ്പോസല് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് അവർക്കൊരു ഒരു ഇടിച്ചു പറയാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാരും ഓരോ ജോലിയിലൊക്കെ ഏർപ്പെട്ട് അങ്ങനെയൊക്കെ നിൽക്കണം. അപ്പം ഇടയ്ക്കിടയ്ക്ക് സുഭാഷിന്റെ മുഖമൊക്കെ നിധി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയുണ്ട്. അപ്പൊ കുഴപ്പമൊന്നുമില്ല, ആള് നല്ല കോൺഫിഡന്റ് ആയിട്ട് വിഷമമൊന്നുമില്ല എന്ന രീതിയിൽ. നിധിയുടെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോ ആരെങ്കിലും ഒക്കെ നിർബന്ധിച്ചിട്ടാണോ സുഭാഷ് ഏട്ടൻ ഇനിയിപ്പോ ഒരു കല്യാണം കഴിക്കണത്? അതോ എന്താണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് നിധിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ്. അപ്പൊ സുഭാഷ് അടുക്കളയിലാണ്, അപ്പൊ നിധി അടുക്കളയിലുണ്ട്. നല്ല അടിപൊളി കോഫി ഉണ്ടാക്കാൻ കേട്ടോ നിധി. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ഗ്ലാസ് നമ്മുടെ സുഭാഷിന് കൊടുക്കുകയാണ്. സുഭാഷ് കുടിച്ചിട്ട് പറയും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മോളെ, നീ ഈ ഇടയായിട്ട് ചായയും കോഫിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കേട്ടോ ഇടുന്നത്, പ്രത്യേക ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആണോ സുഭാഷ് ഏട്ടാ, താങ്ക് യു എന്ന് പറഞ്ഞു. അപ്പൊ നിധി ചോദിച്ചു അതെ ഇന്നലെ ഈ ഒരു വിഷയം ഇനി സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചതാണ്, എന്നാലും ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ സുഭാഷ് ഏട്ടാ, ഈ കല്യാണത്തിന് സുഭാഷ് ഏട്ടന് ശരിക്കും ഇഷ്ടമാണോ? അതെന്താടി മോളെ നീ അങ്ങനെ ചോദിച്ചത്? സുഭാഷ് ചോദിച്ചു അല്ല സുഭാഷ് ഏട്ടാ, ഒരു രണ്ടാം വിവാഹം എന്നൊക്കെ പറയണത് അത്ര വലിയ ഇതൊന്നും അല്ല, പിന്നെ ഏജ് അത് നിങ്ങൾ തമ്മിലുള്ള ഇപ്പൊ നിങ്ങളുടെ ഒരു മനസ്സിന്റെ ഒരു ഇതാണ്, അതിലൊന്നും വലിയ കാര്യമില്ല. എന്നാലും ധൃതി കാണിച്ച് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു കല്യാണം നടത്തുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ സുഭാഷ് ഏട്ടാ. ശരിക്കും സുഭാഷ് ഏട്ടന് എന്തെങ്കിലും മനസ്സിന് ബുദ്ധിമുട്ടോ മറ്റോ ഉണ്ടോ? എനിക്ക് പറയണം കേട്ടോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയണേ. അപ്പൊ നിധിയുടെ സംസാരത്തില് സുഭാഷിന് മനസ്സിലായി നിധിക്ക് എന്തോ ഒരു സംശയം പോലെ, എന്ന് വെച്ചാൽ എന്റെ ഈ ധൃതിയൊക്കെ കണ്ടിട്ടായിരിക്കും നിധിക്ക് ഒരു മനസ്സിന് ഒരു ഇതുപോലെ തോന്നിക്കുന്നുണ്ട്. അപ്പം സുഭാഷ് വലിയ മൈൻഡ് അത് വലിയ ഇതായിട്ട് കൊടുക്കാണ്ട് സുഭാഷ് പതുക്കെ സംസാരിച്ചൊക്കെ ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്നിട്ട് ചോദിച്ചു സുഭാഷ് ഏട്ടനെ ആ കുട്ടി എന്നും വിളിക്കാറൊക്കെ ഉണ്ടോ? അപ്പൊ പറഞ്ഞു വിളിക്കാറ് എന്നും പറ്റൂല, ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടതിന്റെ ഒരു അരമണിക്കൂർ സംസാരിച്ചു, പിന്നെ ഇന്നലെ വന്നപ്പോഴാ കണ്ടേന്ന് പറഞ്ഞു. അല്ലാണ്ട് സംസാരിച്ചിട്ടൊന്നുമില്ല, ഒരു അരമണിക്കൂറത്തെ സംസാരമാണോ നിങ്ങൾ തമ്മിലുള്ളത്? അപ്പൊ അത് വെച്ചിട്ട് എങ്ങനെ ഒരു പെൺകുട്ടിയുടെ മനസ്സൊക്കെ അളക്കാൻ പറ്റിയത്? ഇന്നലെ ആ പെൺകുട്ടി ഇവിടെ ആ പെണ്ണ് ഇവിടെ വന്നപ്പോ വീടും കാര്യങ്ങളും പരിസരങ്ങളൊക്കെ നോക്കി, പക്ഷെ ഇനിയിപ്പോ ഈ വീട്ടിൽ വിവാഹശേഷം നിൽക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നിധി ഇങ്ങനെ ചോദിക്കണേ. അല്ല അതൊക്കെ നമ്മൾ സംസാരിച്ചായിരുന്നു മോളെ, ആ കുട്ടി ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ആണോ? അല്ല ഞാൻ പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല, ഇനിയിപ്പോ വിവാഹം അല്ലെങ്കിൽ നിശ്ചയമൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് അതിനൊക്കെ ഒരു മാറ്റങ്ങൾ വരണമെങ്കിൽ സുഭാഷ് ഏട്ടന് അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അനുജന്മാരെ വിട്ടുള്ള ഒരു കേസ് സുഭാഷ് ഏട്ടന്റെ ജീവിതത്തിൽ ഇല്ല.
അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ രീതിയിലാണ് നിധി ചോദിക്കുന്നത്. അപ്പൊ സുഭാഷ് അതിന്റെ എല്ലാം തക്ക മറുപടി കൊടുക്കുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല. അപ്പോഴേക്കും നമ്മുടെ സുഭാഷിന്റെ വായിന്ന് പെട്ടെന്ന് വരുന്നുണ്ട്, എന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഹരീഷിന്റെ കല്യാണം നമുക്ക് ഉടനെ നടത്താലോ. അപ്പൊ നിധി പെട്ടെന്ന് സുഭാഷിനെ മുഖത്ത് നോക്കിയിട്ട്, ഹരീഷിന്റെ കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണോ സുഭാഷ് ഇത്രയും തിടുക്കപ്പെട്ട് ഈ ഒരു രണ്ടാം വിവാഹത്തിന് ആയിട്ടുള്ള പെണ്ണിനെ കിട്ടുന്നത്? ഏയ് അതൊന്നുമില്ല മോക്കെന്റെ അങ്ങനെ അങ്ങനെ മോള് പറഞ്ഞ്, എനിക്ക് അങ്ങനെയൊന്നുമില്ല, എന്തായാലും ഒരു കല്യാണം വേണമല്ലോ, അപ്പൊ വലിയ കുഴപ്പമില്ലാത്തൊരു കുട്ടിയാണെന്ന് തോന്നി, അതുകൊണ്ട് കല്യാണം കഴിക്കണം എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ശരി, ഓക്കെ, അങ്ങനെ എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ നിധി ജോലിക്ക് പോകാനായിട്ടൊക്കെ തയ്യാറാവുകയാണ്. നിധിക്കാണെങ്കിൽ ബസ് സ്റ്റോപ്പിൽ പോയി ബസ് കയറി പോണത് തീരെ താല്പര്യം തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ സുധീഷിന്റെ കാണിക്കല് കാണാൻ പറ്റില്ല, അതുകൊണ്ട് മാത്രം. അങ്ങനെ നമ്മുടെ നിധി ആ ആക്ടിവയൊക്കെ എടുത്ത് തുടച്ച് വൃത്തിയാക്കിയാണ്. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് റെഡിയാ കുട്ടപ്പനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നോക്കുമ്പോ നിധി ഇതേ വണ്ടിയൊക്കെ തുടച്ച് മിനിക്കുന്നുണ്ട്. ഇന്ന് വണ്ടിയിലാണ് പോകുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ സുധീഷ് ചെന്ന് നിധിയുടെ അടുത്ത് ചോദിച്ചു, അല്ല നിധി ഇന്ന് എന്റെ ആക്ടിവയ്ക്കാണോ പോകുന്നത്? അപ്പൊ നിധി പറഞ്ഞു, അതെ, എന്തേന്ന് ചോദിച്ചു. അല്ല, റോഡിൽ വലിയ വണ്ടികളൊക്കെ വരുമ്പോ ഓടിക്കാൻ പേടിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നും പറഞ്ഞ് ഇപ്പൊ നോക്കിയിരിക്കാൻ പറ്റുമോ? അല്ല, ബസ് സ്റ്റോപ്പ് വരെ ബസ് വന്ന ബസ് കിട്ടിയെങ്കിൽ ഓട്ടോയ്ക്ക് പൊക്കോ, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് വിടാം. ഓ വേണ്ട, കുഴപ്പമില്ല. പിന്നെ ബസ് സ്റ്റോപ്പിൽ പറഞ്ഞ കാര്യം, ആ ഒരു കേസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ വണ്ടി പോണ. ഓരോ വൃത്തികെട്ട സീനുകളും കാര്യങ്ങളും കാണേണ്ടി വരും. വൃത്തികെട്ട സീനോ സുധീഷ് ചോദിക്കാണ്, അതെന്താ? അപ്പൊ നിധി പറഞ്ഞു, അപ്പൊ സുധീഷ് പറഞ്ഞു, ഞാനും എന്റെ ഗായു ആയിട്ടൊക്കെയുള്ള സംസാരം നിധിക്ക് ഇച്ചിരി ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? പിന്നെ എനിക്കെന്ത് കാര്യം? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. നിധിയുടെ മുഖഭാവം കണ്ട അങ്ങനെ തോന്നും. അത് തോന്നിയതായിരിക്കും, എനിക്ക് അതിലൊരു ഇതും എനിക്കില്ലാന്ന് പറഞ്ഞു. അങ്ങനത്തെ കാഴ്ചകളൊന്നും കാണാണ്ട് മര്യാദയ്ക്ക് വണ്ടി ഓടിച്ച് പോയാൽ മതിയല്ലോ, സമാധാനം ഉണ്ടാവുമല്ലോ എന്നിങ്ങനെ നിധി പറഞ്ഞു കേട്ടോ. അയ്യോ, എന്റെ ഗായു അവിടെ എന്നെ കാത്തു നിൽക്കിയിരിക്കും. നിധി, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്, കൊള്ളാവോ, എനിക്ക് ചേരുന്നതാണോ? അപ്പൊ ചോദിക്കും, അത് അവളോട് തന്നെ ചോദിച്ചാ പോരെ, അവള് പറഞ്ഞു തരുമല്ലോ. അല്ല, ഞാൻ നിധിയുടെ അടുത്ത് ഒരു അഭിപ്രായം ചോദിച്ചു എന്നേ ഉള്ളൂ. അതെ, എന്റെ അടുത്ത് അങ്ങനെ അഭിപ്രായം ചോദിക്കണ്ട. നിധി 100% ദേഷ്യത്തിലാണ് നിൽക്കണം. അങ്ങനെ വണ്ടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി നിധി ബാഗ് എടുത്ത് വണ്ടിയിൽ വെക്കണം. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കണം, വണ്ടി സ്റ്റാർട്ട് ആവല്ല. നിധി പറ്റുന്ന പണി മൊത്തം നോക്കി. അപ്പൊ സുധീഷ് പറഞ്ഞു, മാറിക്ക, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് നിധി പറഞ്ഞു, വേണ്ട, ഞാൻ ചെയ്തോളാം. അങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കി നിധി മുന്നോട്ട് പോവുകയാണ്. അപ്പൊ സുധീഷ്, പോലെ ഞാനും ബൈക്കിൽ വരാമെന്ന് പറയുന്നുണ്ട്. അതെ, നിധി ബസ് സ്റ്റോപ്പിലായിരുന്നെങ്കിൽ നിധിയും കുട്ടി കമ്പനിയായിട്ട് അവിടം വരെ പോയിട്ട് പിന്നെ എന്റെ ഗായുമായിട്ട് സംസാരിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ലേറ്റ് ആയി. അതിനെ എന്റെ കൂടെ നിങ്ങൾ വരണ്ട, നിങ്ങൾ പൊക്കോ, നിങ്ങളുടെ ഗായു അവിടെ കാത്തു നിൽക്കുകയല്ലേ, ചെല്ലു എന്ന് പറഞ്ഞു. ഒരു ഗായു, 1-2 ദിവസമായുള്ളൂ കണ്ടിട്ട്, അപ്പോഴേക്കും ഗായു എന്ന് പറഞ്ഞിട്ടോ. അപ്പൊ നിധി സുധീഷിന് ശരിക്കും ചിരി അങ്ങ് വരണം കേട്ടോ നിധിയുടെ സംസാരം കേട്ടിട്ട്. അങ്ങനെ നിധി പോകണം. അപ്പൊ സുധീഷ് അതിന്റെ ഒപ്പം ബൈക്കിൽ വെച്ച് പിടിക്കണം. അല്ല, ഞാനും കൂടെ വരാം, ആദ്യമായിട്ടല്ലേ പോണത്. അയ്യോ, എനിക്ക് വേണ്ടി സമയം കളയണ്ട, ഗായുവിന്റെ അടുത്തോട്ട് ചെന്നോ, ഞാൻ പൊക്കോളാം. എന്റെ കൂടെ വന്നാൽ എനിക്ക് കോൺഫിഡന്റ് കിട്ടില്ല, എനിക്ക് വണ്ടി ഓടിക്കാനും പറ്റുന്നില്ല, അതുകൊണ്ടൊന്ന് പോയി തരാവോ എന്ന് ചോദിച്ച് നിധി ചൂടാ വീണ്. അപ്പോഴേക്ക് സുധീഷ് എന്നാ പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ നിധി കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പം തന്നെ വണ്ടി നിന്നു പോവേന്. അപ്പോഴേക്ക് സുധീഷ് ഇവിടെ നിന്ന് നോക്കി പോയപ്പോഴേക്കും, അല്ല, ആളെ കണ്ടില്ലല്ലോ, ഇത്ര വേഗം പോയോ? അപ്പം കാണാം ദേ റോഡിന്റെ സൈഡിൽ നിൽക്കാം, വണ്ടി ഓഫായി പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. നിധി പറ്റുന്ന പോലെയൊക്കെ നോക്കി. അവസാനം സുധീഷ് ബൈക്ക് ഒതുക്കി വെച്ചിട്ട് പോയി നോക്കിയിട്ട് സുധീഷിനെ കൊണ്ടും പറ്റുന്നില്ല. അപ്പൊ നിധി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനേ ഒരു ഓട്ടോ പിടിച്ച് പൊക്കണം, ലേറ്റായി. അതെ, ഞാൻ ഒരു കാര്യം ചെയ്യാം, വന്ന 5 മിനിറ്റത്തെ കേസേ ഉള്ളൂ, നമ്മളെ ഹരീഷ് ഇപ്പൊ തന്നെ നോക്കി ഇപ്പൊ തന്നെ കംപ്ലൈന്റ് മാറ്റി തരും. അതെ, വേണ്ട. അപ്പൊ പറഞ്ഞു, അയ്യോ, എന്റെ ഗായു ഇപ്പൊ ഇവിടെ നോക്കി നിൽക്കിയിരിക്കും. അതെ, ഒരു കാര്യം ചെയ്യുക, സുധീഷ് ഗായുവിന്റെ അടുത്തോട്ട് പൊക്കോ, ഞാൻ ഹരീഷിനെ വിളിച്ചിട്ട് വണ്ടി എന്താന്ന് വെച്ചാൽ ചെയ്തോളാന്ന് പറഞ്ഞു. അയ്യോ, ദേഷ്യപ്പെടില്ല, ഗായുവിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഗായു അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളും, എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന കുട്ടിയാ അവള് എന്നൊക്കെ പറഞ്ഞ് അവളെ കുറെ പൊക്കിയാണ്. അതെ, ഒന്ന് മിണ്ടാതിരിക്കാവോ, അല്ലെങ്കിൽ തന്നെ തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട്, അതിന്റെ ഇടയിൽ ഗായു കൂയു എന്നൊക്കെ പറഞ്ഞ് നിധി സുധീഷിന്റെ കൂടെ ചൂടാവേനട്ടോ. അയ്യോ, നിധി ചൂടാവല്ലേ എന്ന് പറഞ്ഞിട്ട് സുധീഷ് ചിരി വന്നത് അടക്കി പിടിക്കാൻ കേട്ടോ. എന്നിട്ട് നിധിയും കൂട്ടിയിട്ട് പറഞ്ഞു, ബാ, നമുക്ക് ഹരീഷിന്റെ 5 മിനിറ്റ് നടന്നാൽ മതി, വർക്ക്ഷോപ്പ് എത്തുന്നു പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ നിധി സമ്മതിച്ച് അങ്ങനെ രണ്ടുപേരും കൂടെ നേരെ ഹരീഷിന്റെ വർക്ക്ഷോപ്പിലോട്ട് പോവുകയാണ്. അപ്പം പോകുന്നതിനിടയിൽ രണ്ടുപേരും മുഖത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുഖത്ത് നോക്കുന്നുണ്ട് കേട്ടോ, ഒന്നും പറയുന്നില്ല. അപ്പൊ സുധീഷ് ചോദിച്ചു, അല്ല, നിധിക്ക് മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?
എന്ത് ബുദ്ധിമുട്ട്? അല്ല, ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയി ഗായുനെ കാണുന്നതിൽ എന്തോ ഒരു ഇഷ്ടക്കുറവില്ലേ? നിധിയുടെ മുഖത്തത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിധി പറഞ്ഞു, എനിക്ക് എന്ത് ഇഷ്ടക്കുറവാ, ഞാൻ സുഭാഷ് ഏട്ടന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിച്ചതാ. ആണോ? സുഭാഷ് ഏട്ടന് ഇപ്പൊ എന്താ കുഴപ്പം? അതെ, ഈ കല്യാണത്തിന് സുഭാഷ് ഏട്ടൻ ഒരു അതായത് തിടുക്കം കാണിക്കുന്ന അതുപോലെ അവരുടെ വീട്ടുകാരും കാണിക്കുന്നുണ്ട്. ജയന്തി എന്ന് പറഞ്ഞവരുടെ എന്തോ ഒരു സംതിങ് തോന്നുന്നുണ്ട്, ഇതിലെന്തോ ഒരു ഇതുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം സുധീഷ് പറഞ്ഞു, അതെന്തായാലും നമ്മളിപ്പം ഉറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ, എന്തായാലും ഒന്ന് നല്ല രീതിയിൽ അന്വേഷിക്കണം എന്ന് എന്നെ സുധീഷും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ അതിനെക്കുറിച്ച് സംസാരിച്ച് പോവുകയാണ്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്താന്ന് സുഭാഷ് ഏട്ടൻ വ്യക്തമായിട്ട് ഒരു പിടുത്തം തരുന്നില്ല. ഇത്ര ധൃതി വെച്ച് സുഭാഷ് ഏട്ടൻ തന്നെ ഈ കല്യാണത്തിന് തിടുക്കം കാണിക്കണു. നമ്മൾ ഒന്ന് മൂള മാത്രമേ ഉള്ളൂ, അവരാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. നന്നായിട്ട് തിരക്കിയിട്ടില്ല, പെണ്ണിന്റെ വീട് കണ്ടിട്ടില്ല. സാധാരണ പെൺവീട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നിട്ടല്ലേ നിശ്ചയമൊക്കെ തീരുമാനിക്കണേ. പിന്നെ അത് മാത്രം ഡൈവേഴ്സ് ആയിട്ട് കൂടിയില്ല. പിന്നെ ഇത്രയും തിടുക്കം കാണിക്കണം, ഇത്രയും മാസമായിട്ടും ഡൈവേഴ്സും ആയിട്ടില്ല. അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് നിധി ഇങ്ങനെ പറയണ്. അപ്പൊ സുധീഷ് പറഞ്ഞു, അതും ശരിയാ. എന്തായാലും സുധീഷ് പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയുമ്പോ നിധി പറഞ്ഞിക്കണല്ലേ ഈ വീട് വിട്ട് പോകുന്നു. പക്ഷെ നിധിക്ക് അതിന്റെ വിഷമായിരിക്കും എന്നാ കരുതുക. കാരണം ഞങ്ങളുടെ വീട് വിട്ട് പോകാൻ നിധിക്ക് ഒട്ടും ഇഷ്ടമില്ലല്ലോ. അപ്പൊ നിധി പറഞ്ഞു, ഓ എന്റെ പൊന്നു മനുഷ്യ, ഞാൻ അങ്ങനെ പറഞ്ഞതേ അത് അതുകൊണ്ടൊന്നും അല്ല. ഇപ്പൊ സുഭാഷ് ഏട്ടൻ അതുകൊണ്ട് എവിടെയെങ്കിലും പോയി ഒരു പെണ്ണ് കെട്ടി കഴിയുക എന്നല്ല. സുഭാഷ് ഏട്ടന് ചേരുന്ന, സുഭാഷ് ഏട്ടനെ മനസ്സിലാക്കുന്ന, മനസ്സിന് പൊരുത്തമുള്ള ഒരു പെൺകുട്ടി ആയിരിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. അങ്ങനെ ഒരു കല്യാണം കഴിക്കണം, അല്ലാണ്ട് ഞാൻ പോണതും പോകാത്തതും ഇവിടെ വിഷയമല്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോയിൽ ഏകദേശം നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ വരുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അപ്പൊ നമ്മൾ കറക്റ്റ് 11 മണിക്ക് തന്നെ നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ ഇന്നത്തെ ഒരു പ്രൊമോയും അതോടൊപ്പം അപ്കമിങ് വിശേഷവും ഇട്ടിട്ടുണ്ട്. കേൾക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കേട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോ താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.